ഹായ് ഓൾ, ഇന്ന് നമ്മൾ ക്യൂബ് റൂട്ട്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യൂബ് റൂട്ട്സ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാം? ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് റെപ്രസെന്റ് ചെയ്യാം. എക്സിന്റെ ക്യൂബ് റൂട്ട് ആണ് കാണുന്നതെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3 എഴുതും. 3 ഇൻറ്റു അല്ലത്, ഇത് ക്യൂബ് റൂട്ട് ആണ്. അതായത് ഇങ്ങനെ 3 സ്മോൾ ആയിട്ട് എഴുതും. എന്നിട്ട് നമ്മൾ ക്യൂബ് റൂട്ട് എന്ന് എഴുതും. നമ്മൾ സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് എഴുതുന്നത്? സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ സിമ്പിൾ ഇങ്ങനെയാണ് എഴുതുന്നത്. അതേപോലെ ക്യൂബ് റൂട്ട് ആകുമ്പോൾ ഇവിടെ 3 എന്ന് എഴുതും. അപ്പം നമ്മൾ 10 വരെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബ് പഠിച്ചിട്ടുണ്ട്. അപ്പം 10 വരെയുള്ള നമ്പേഴ്സ് ക്യൂബ് റൂട്ട് ആയിട്ട് വരുന്നതും നമുക്ക് പഠിച്ചു വയ്ക്കാം. അതായത് രണ്ടും തന്നെയാണ്. 10 വരെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവും. 10 വരെയുള്ള നമ്പേഴ്സ് ഇവിടെ ഉണ്ടാവും. ക്യൂബ് റൂട്ട് ഓഫ് 1 ഈക്വൽ ടു 1, ക്യൂബ് റൂട്ട് ഓഫ് 8 ഈക്വൽ ടു 2, cube root of 27 equal to 3, cube root of 64 equal to 4, cube root of 125 equal to 5, cube root of 216 equal to 6, cube root of 343 equal to 7, cube root of 512 equal to 8, cube root of 729 equal to 9, cube root of 1000 equal to 10. ഇത്രയും വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിച്ചു വെക്കണം. അത് മറന്നു പോകാൻ പാടില്ല. നമുക്ക് ക്യൂബ് റൂട്ട് ത്രൂ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 3375ന്റെ ക്യൂബ് റൂട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. 3375ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെയാണ് കിട്ടുക? എങ്ങനെ? 3375 ഈക്വൽ ടു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇത് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3375 ഈക്വൽ ടു ഇങ്ങനെ കിട്ടി. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 3375 എന്ന് പറഞ്ഞാൽ കിട്ടും 5 ഇൻറ്റു 3 എന്ന് കിട്ടും. ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഓരോന്ന് വീതം താഴത്തേക്കായിട്ട് എഴുതി. 5 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്യൂബ് റൂട്ട് ഓഫ് 74088. 74088ന്റെ ക്യൂബ് റൂട്ട് ആണ് നമ്മളോട് കാണുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ കിട്ടിയത്. 74088 ഈക്വൽ ടു 7 ഇൻറ്റു 7 ഇൻറ്റു 7 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2, 7 ഇൻറ്റു 7 ഇൻറ്റു 7 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഗ്രൂപ്പ് ചെയ്യാം, ഇത് ഗ്രൂപ്പ് ചെയ്യാം, ഇത് ഗ്രൂപ്പ് ചെയ്യാം. അപ്പം ക്യൂബ് റൂട്ട് ഓഫ് 74088 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 ഇൻറ്റു 2 ഇൻറ്റു 3 ആണ്. 7 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40. 7 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 14. 14 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 42. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതിൻ്റെ ക്യൂബ് റൂട്ട് ഓഫ് 8000. 8000ന്റെ ക്യൂബ് റൂട്ട് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഇങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ കിട്ടിയത്. 8000 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 5 ഇൻറ്റു 5 ഇൻറ്റു 5. ഇതൊന്ന് ഗ്രൂപ്പ് ചെയ്യുക, ഇവിടെ ഗ്രൂപ്പ് ചെയ്യുക, ഇവിടെ ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യൂബ് റൂട്ട് ഓഫ് 8000 ഈക്വൽ ടു എന്താ? 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഈക്വൽ ടു 4 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 20 ആണ് നമ്മളുടെ ഉത്തരം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ഓഫ് 13824 ബൈ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാം. 5 3 4 ഈക്വൽ ടു എന്താ? ക്യൂബ് റൂട്ട് ഓഫ് 13824 എന്താണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3. 2 ഇൻറ്റു 2 പറഞ്ഞാൽ 4, 4 ഇൻറ്റു 2 പറഞ്ഞാൽ 8, 8 ഇൻറ്റു 3 പറഞ്ഞാൽ 24. ക്യൂബ് റൂട്ട് ഓഫ് എ ക്യൂബ് നമ്പർ. ഇതാണ് നമ്മളുടെ ക്യൂബ് നമ്പർ എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിനെ 3 എണ്ണം വീതമുള്ള ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് നമ്മളുടെ ഫസ്റ്റ് ഗ്രൂപ്പും ഇത് സെക്കൻഡ് ഗ്രൂപ്പും 3 എണ്ണം വീതമുള്ള ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ടോ ഫസ്റ്റ് ഗ്രൂപ്പിൽ നോക്കാം. ഫസ്റ്റ് ഗ്രൂപ്പിൽ 1's പ്ലേസിൽ 5 ആണുള്ളത്. ക്യൂബ് റൂട്ടിൽ 1's പ്ലേസിൽ 5 വരികയാണെങ്കിൽ മാത്രമേ ക്യൂബിൽ 1's പ്ലേസിൽ 5 വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ക്യൂബ് റൂട്ടിൽ 5 ആണ് 1's പ്ലേസിൽ ഉള്ളതെന്ന് നമുക്ക് പറയാം. പിന്നെ നമുക്ക് സെക്കൻഡ് ഡിജിറ്റ്, അതായത് 10's പ്ലേസിലുള്ള ഡിജിറ്റിന് നമുക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് നോക്കാം. 857 ആണ് നമ്മളുടെ നമ്പർ. നമുക്ക് എന്താ അറിയാം? 9 ക്യൂബ് ഈക്വൽ ടു 729 ആണെന്നും അറിയാം. 10 ക്യൂബ് ഈക്വൽ ടു 1000 ആണെന്നും നമുക്കറിയാം. 729ന്റെയും 1000ന്റെയും ഇടയിലാണ് നമ്മളുടെ 857 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് സ്മോളസ്റ്റ് നമ്പർ എന്താ? 729. അതിൻ്റെ ക്യൂബ് റൂട്ട് എന്താ? 9. 9 ആണ് നമ്മളുടെ എന്ത്? ക്യൂബ് റൂട്ട് 9 ആണ്.
9ന്റെ വൺസ് പ്ലേസിൽ എന്താ ഉള്ളത്? 9 തന്നെയാണ് ഉള്ളത്. അപ്പൊ ഇതാണ് നമ്മളുടെ ആൻസറിന്റെ ടെൻസ് പ്ലേസിൽ ഉണ്ടാവേണ്ടത് എന്നാണ് പറയുന്നത്. ആൻസറിന്റെ ടെൻസ് പ്ലേസ് പറഞ്ഞതാ 95. ഇതാണ് നമ്മളുടെ ആൻസർ. അതായത് ക്യൂബ് റൂട്ട് ഓഫ് 857375 ഈക്വൽ ടു 95 ആണ് നമ്മുടെ ഉത്തരം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ഓഫ് 17,576 ത്രൂ എസ്റ്റിമേഷൻ. എസ്റ്റിമേഷൻ വെച്ചിട്ട് നമ്മൾ 17,576ന്റെ ക്യൂബ് റൂട്ട് കാണാനാണ് പറഞ്ഞത്. 17,576 ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഗ്രൂപ്പ് ചെയ്യും. ഇവിടെ 2 നമ്പേഴ്സ് ഉള്ളൂ, പക്ഷേ അവിടെ ഗ്രൂപ്പ് ചെയ്ത് വെക്കും. 3 നമ്പേഴ്സ് ആണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഇവിടെ 2 നമ്പേഴ്സ് ഉള്ളതെങ്കിൽ അവിടെ ഗ്രൂപ്പ് ചെയ്യാം. 576ന്റെ അവസാനം 6 ആണ് വരുന്നത്. അവസാനം 6 വരുന്നത് നമുക്ക് ക്യൂബ് റൂട്ടിൽ എന്തുണ്ടാവണം? വൺസ് പ്ലേസ് ഇൻ ക്യൂബ് റൂട്ട് എന്തായിരിക്കണം? ഈക്വൽ ടു 6 ആണെങ്കിലാണ് ക്യൂബിന് അവസാനം 6 വരിക. പിന്നെയോ അടുത്തത് എന്താ? 17 ആണ്. 17 എന്ന് പറഞ്ഞാൽ 8ന്റെയും 27ന്റെയും ഇടയിലുള്ളതാണ്. 8 പറഞ്ഞാൽ എന്താ? 2 ക്യൂബ്. 27 എന്ന് പറഞ്ഞാൽ 3 ക്യൂബ്. 2 ക്യൂബിന് 3 ക്യൂബിന്റെ ഇടയിലാണ് 17 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തെടുക്കും? 2 ആണ് നമ്മളുടെ ടെൻസ് പ്ലേസിലുള്ള ഡിജിറ്റ്. ടെൻസ് പ്ലേസ് ഡിജിറ്റ് ഇൻ ക്യൂബ് റൂട്ട് എന്താണ്? ഈക്വൽ ടു ഇവിടെ വൺസ് പ്ലേസിൽ ഏതാ? 2 ആണ്. അപ്പൊ 2 ആണ്. അപ്പൊ വൺസ് പ്ലേസും കിട്ടി, ടെൻസ് പ്ലേസും കിട്ടി. സോ required cube root. So required cube root equal to 26 ആണ് നമ്മുടെ required cube root.